ഗൈസ്, ഞാൻ നിങ്ങളുടെ മിനി. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നല്ലൊരു ഫ്രൂട്ട്സാണ്. കടയിലൊക്കെ ആണെങ്കിൽ അതിന് അന്യായ വിലയും. അപ്പോൾ നമ്മളിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ. ഒരു കുഞ്ഞ് തൈ കൊണ്ടുവന്ന് ചുമ്മാ സാധാരണ രീതിയിൽ ഇവിടെ നട്ടു. അതിന് വളമോ ഒന്നും ചേർത്തില്ല. എല്ലാവരും വളമൊക്കെ ചേർക്കും, പക്ഷെ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. ഇവിടെ കൊണ്ട് നട്ടതാണ്. അപ്പോൾ ഇത് ഇപ്പം മരമൊക്കെ വളർന്ന് വലുതായി. ഇത് നോക്കുക, ഇതാട്ടോ. ഇതിന് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഷുഗർ കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഇത് കഴിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ, ഷുഗറിൻ്റെ അളവ് കുറഞ്ഞിരിക്കും. എനിക്കത് അറിയാം, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇത് നല്ല ശരീരത്തിന് നല്ലതുമാണ്. കൊളസ്ട്രോൾ ഇല്ലാതെയാക്കും ഈ ഫ്രൂട്ട് കഴിച്ചാൽ. അതുകൊണ്ട് കടകളിലൊക്കെ നല്ല വിറ്റുവരവുള്ള സാധനമാട്ടോ ഇത്. ഇത് നിങ്ങളൊന്ന് കൊണ്ട് വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. കൊളസ്ട്രോൾ ഇല്ലാതെയാക്കും, ഷുഗറിന് നല്ലതാണ്. അങ്ങനെ ഇതെല്ലാ കാര്യത്തിലും നല്ലൊരു ശരീരത്തിൻ്റെ ബ്ലഡ് ശുദ്ധിയാവാൻ നല്ലതാണ് എന്നെല്ലാം പരീക്ഷണം പറയുന്നു. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേക്കാമെന്ന് ഓർത്തുകൊണ്ടായി. ഇത് കണ്ടില്ലേ? എനിക്ക് കാര്യം എന്നാ പറഞ്ഞാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് അതാ നിങ്ങളെ കാണിച്ചു തന്നെ. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ ഇതിപ്പോൾ എന്തിനാണ് കൊള്ളാവുന്നതെന്ന്. എല്ലാവരും സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും, അത് ചതുരപ്പുളി എന്നും പറയും. മലയാളത്തിൽ ചതുരപ്പുളി എന്ന് പറയും. ഇപ്പം ശരിക്കും അത് കണ്ടിച്ച് കഴിയുമ്പം സ്റ്റാർ പോലെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയണത്. പിന്നെ ഇത് കുരുന്നിനെ പറിച്ച് തോരൻ വയ്ക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഞാനിത് പറിച്ചുകൊണ്ട് പോയിട്ട് പഴുക്കണതിന് മുമ്പ് പറിച്ചിട്ട് ഇത് തീയൽ പോലെ വയ്ക്കും. അതും എനിക്കിഷ്ടമാണ്. തീയൽ വെക്കാനും ഇത് നല്ലതാണ്. കറികളുണ്ടാക്കാൻ നല്ലത്. ഇത് തോരനുണ്ടാക്കാം നമുക്ക്. പിന്നെ ചെറുതായിരിക്കുമ്പം. പിന്നെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരാട്ടോ ഇതിന്. പഴുക്കാതിരിക്കുമ്പോൾ ഇച്ചിരി പുളിയുണ്ട് ശകലം. കുരുന്നിനെയൊക്കെ പറിച്ച് തോരൻ വയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ തീയലുണ്ടാക്കാം. ഒരുവിധം പുളിയായി കഴിഞ്ഞാൽ നമ്മൾ വാളംപുളി ചേർക്കേ വേണ്ട. തക്കാളിയോ വാളംപുളിയോ ഒന്നും ചേർക്കണ്ട, നമുക്ക് തീയലുണ്ടാക്കാം ഇതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത്. നിങ്ങളത് ചെയ്തു നോക്കുക, അന്നേരം അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ്. അതായത് ഫ്രൂട്ട്സായിട്ടും കഴിക്കാം, കറിയായിട്ടും ഉപയോഗിക്കാം. പിന്നെ ഷുഗറിന് നല്ലതാണ്, കൊളസ്ട്രോളിന് നല്ലതാണ്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നാൽ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ.